എൻ്റെ ലൈഫ് ആക്ച്വലി ആരംഭിക്കുന്നത് മ്യൂസീഷ്യൻ എന്ന രീതിയിൽ ആരംഭിക്കുന്നത് 8ാമത്തെ വയസ്സിലാണ്. 8ാമത്തെ വയസ്സിലാണ് ഞാൻ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അവഗാഹമായി അറിയാൻ തുടങ്ങുന്നത്. കാരണം വീട്ടിലൊരു പഴയ ഒരു LP റെക്കോർഡിൽ ഞാൻ ML വസന്തകുമാരിയും കിഷോരി അമ്മോങ്കറൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരു 8 വയസ്സുള്ള കുട്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൺവെൻഷണൽ ക്രിസ്ത്യൻ ഫാമിലിയിൽ ഒരു അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. പിന്നെ അത് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാടുമ്പോൾ 8 വയസ്സുള്ള കുട്ടിയുടെ ശബ്ദം ഒരു കിളി സൗണ്ട് ആയിരിക്കില്ല. പുള്ളി എന്തുകൊണ്ടാണ് കരയുന്നത് എന്നൊന്ന് തൊട്ടടുത്തുള്ള ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് തുടങ്ങിയ കരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള അന്വേഷണമുണ്ട്. ഒരു മ്യൂസീഷ്യൻ എങ്ങനെ രൂപം കൊള്ളുന്നുള്ള അന്വേഷണം. ആ കാലഘട്ടത്തിൽ എഴുത്ത്, കവിതകളോടുള്ള അതിഭീകരമായ അഭിനിവേശം, സാമൂഹിക വിഷയങ്ങളോടുള്ള ഇങ്ങനെ വളർച്ചയുടെ ഒരു ഘട്ടം. എൻ്റെ വീട്ടിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ മൂവ്മെൻറ്റുകൾ നടന്ന വീടാണ്. അവിടെ ജനചിത്ര ഫിലിം സൊസൈറ്റിയുടെ, മൂവി ഇമേജ് ഫെസ്റ്റിവലിൻ്റെ, പഴയ ഒരുപാട് എഴുത്തുകാരൊക്കെ വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വലിയൊരു ലൈബ്രറി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൻ ഒരു എഴുത്തുകാരനായിരുന്നതുകൊണ്ട്. അപ്പോൾ ആ ഒരു ലോകത്തിലൂടെ സഞ്ചരിച്ച് വന്ന ഒരാൾ ഞാൻ ഇനി സംഗീതം പഠിക്കണം തീരുമാനിക്കുകയും 10th ശേഷം ഞാൻ കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്യുകയാണ്. അതിനു മുമ്പ് ഞാൻ സംഗീതം മൃദംഗം പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിലെ കൊരമ്പ് സുബ്രഹ്മണ്യ തിരുമേനിയുടെ അടുത്ത്. പക്ഷെ പിന്നീട് 10ാം ക്ലാസ്സിന് തീരുമാനിക്കണം ഇതാണ് എൻ്റെ വഴി എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അങ്ങനെ മൃദംഗം പഠിക്കാനായിട്ട് കലാമണ്ഡലത്തിലേക്ക് പോകുന്നതാണ് വഴിത്തിരിവാകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസത്തിലുള്ള പഠന രീതിയാണ്. അപ്പോൾ ആ പഠന രീതിയിൽ നിന്ന് എന്നിൽ തന്നെയുള്ള ഒരു വ്യക്തി, ഒരു എന്നെ തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള, ഒരു കലാകാരനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള ആ എന്നിലുള്ള ഒരു കഴിവിനെ അത് വളർത്തിയെടുക്കുന്നുണ്ട്. എൻ്റെ 4:30 മുതലുള്ള സാധകം അതൊക്കെ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ദൂരദർശൻ്റെ ടെലികാസ്റ്റിംഗ് തുടങ്ങുന്നത്. ദൂരദർശൻ ഒരു വളരെ പഴയ 14 ഇഞ്ച് ടെലിവിഷനിൽ വളഞ്ഞ് വരുന്ന സിഗ്നലൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ ആശാൻ്റെ വീട്ടിൽ, തൊട്ടടുത്ത ആശാൻ്റെ വീട്ടിലിടയ്ക്ക് ഞങ്ങൾ സന്ദർശിക്കും. അപ്പോൾ ആശാൻ്റെ ചേച്ചി, ആശാൻ്റെ വൈഫ് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഭക്ഷണമൊക്കെ തരും. ഞങ്ങൾ ഇവിടെ ഗുരു-ശിഷ്യ ബന്ധത്തിൻ്റെ ഒരു തീക്ഷ്ണതയുള്ളതുകൊണ്ട് ഞാൻ അവിടെ ദിവസം പോയപ്പോൾ ചേച്ചിക്ക് തന്ന ഇഡ്ഡലി വെച്ചിട്ട് ഞാൻ ഈ 14 ഇഞ്ച് ടെലിവിഷനിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഗുരു വിശ്വമോഹൻ ഭട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. സിഗ്നൽ കറക്റ്റ് അല്ല, പക്ഷേ ഇതിൻ്റെ ശബ്ദം ഓഡിയോ സിഗ്നൽ പെർഫെക്റ്റ് ആയിരുന്നു. സോ ഐ വാസ് ലിസണിങ് ദിസ് മോഹൻ വീണ സൗണ്ട്. അതെന്നെ ഭയങ്കര ടച്ച് ചെയ്തത്. പിന്നീട് എൻ്റെ മനസ്സിൽ മൊത്തം ഞാൻ അന്നത് എൻ്റെ ഇപ്പോഴും ഓർക്കുന്നു, ഇഡ്ഡലി പോലും തിന്നാതെ ഞാൻ ചേച്ചി എനിക്ക് മതി എന്നിട്ട് ഞാൻ വെച്ചിട്ട് ഇത് മനസ്സിൽ തെറ്റിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള വെസ്റ്റേൺ മ്യൂസീഷ്യൻസിനൊക്കെ അടുത്ത് പോയിട്ട് ഈ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് ചോദിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ എങ്ങനെ അത് ഏകദേശം ആ ആളുകളിലാണ് വജ്ര ജൂബിലി അല്ലെങ്കിൽ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ സ്വിപ്പ് മേക്കയുടെ കുറേ ആൾക്കാർ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അവരോട് ഞാൻ ക്ലാരിഫൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് വിശ്വമോഹൻ ഭട്ടാണെന്ന് പറഞ്ഞു. അവരൊക്കെ അഡ്രസ്സ് സംഘടിപ്പിച്ച് ഞാൻ ഗുരുജിക്ക് ഞാൻ ലെറ്റർ അയക്കുകയാണ്. ഗുരുജിക്ക് ലെറ്റർ അയച്ചിട്ട് ഗുരുജീനെ ലുജി മറുപടി അയക്കുന്നില്ല. എനിക്കറിയാവുന്ന ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ കൂട്ടിച്ചേർത്ത് അയക്കുന്നത്. മിക്കവാറും പുള്ളിക്ക് ഒന്നും മനസ്സിലായി കാണില്ല. എൻ്റെ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ തീരുമാനിക്കണം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മൈ വേൾഡ് ഈസ് ഔട്ട് ഓഫ് കേരള എന്ന് തീരുമാനിക്കണം. ഗുരുജീനെ എങ്ങനെയെങ്കിലും എനിക്ക് രാജസ്ഥാൻ എവിടെയാണെന്ന് അറിയില്ല. എനിക്ക് ആകെ അറിയുന്ന കൽക്കട്ടയാണ്. കാരണം വളരെ ചെറുപ്പത്തിലെ ഋതിക് ഘട്ടക്കിൻ്റെ സിനിമകളും സത്യജിത് റായയുടെ സിനിമകളും ആശാപൂർണദേവിയുടെ വായിക്കുന്ന ഒരാളാണ്, ജീവനാനന്ദ ബസുവിൻ്റെ കവിതകളൊക്കെ. അപ്പോൾ ബംഗാളിനെ കുറിച്ച് നമുക്ക് എല്ലാ മലയാളിക്കുമ്പോഴൊരു ചിന്ത പോലെ തന്നെ എനിക്കൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കുള്ളത് കൊണ്ട് അന്ന് ജ്യോതി ബസുവിൻ്റെ ഭരണകൂടമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം ശാന്തിനികേതനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ശാന്തിനികേതനാണ് എനിക്കന്ന് അറിയുന്നൊരു കാരണം ഞാൻ വളരെ ചെറുപ്പത്തിലെ രവീന്ദ്ര സംഗീതം കേൾക്കുമായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു കാസറ്റ് കിട്ടിയിരുന്നു. അങ്ങനെ ഞാൻ കയ്യിലൊരു 500 രൂപയും വെച്ചിട്ടാണ് ഞാൻ ശാന്തിനികേതനിലേക്ക് പോകുന്നത്. ആ യാത്രയിൽ ഞാൻ ഹവറയിൽ നിന്ന് ഞാൻ പിന്നെ ശാന്തിനികേതനിൽ ഏർലി മോർണിംഗ് വന്നിറങ്ങുമ്പോൾ ആരും എന്നെ റിസീവ് ചെയ്യാനില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി അധ്യാപകൻ ഞാൻ അയാളുടെ അടുത്തേക്ക് പോയി, പറഞ്ഞു കേട്ടുപോയി. അദ്ദേഹം എന്നെ സ്വീകരിച്ചു. അദ്ദേഹം ആണ് എനിക്ക് ആകെ അറിയാവുന്നത്. കാരണം അദ്ദേഹം കലാമണ്ഡലത്തിൽ പഠിപ്പിച്ചിരുന്ന ആൾ അങ്ങോട്ട് മാറിപ്പോയതാണ്. അങ്ങനെ അങ്ങോട്ട് അദ്ദേഹത്തിനെ കാണുന്നു. പിന്നെ അവിടെ ഞാൻ സ്റ്റുഡൻ്റായിട്ട് മാറുന്നു ശാന്തിനികേതനിൽ. ഞാൻ തബല പക്കവാച്ച് ഹിന്ദുസ്ഥാനി വോക്കൽ എന്നുള്ള പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടുന്നു. ആ സമയത്തൊക്കെ ഞാൻ ബാവുൾ സംഗീതം പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ബാവുൾ ഗായകനായിട്ട് ഗായകന്മാരോട് ചെലവഴിക്കുകയും ബാവുൾ സംഗീതം അതൊരു വലിയൊരു ഗുണം ചെയ്തു. ബംഗാളി ഭാഷയിലൊരു വലിയ പ്രാവീണ്യം ലഭിച്ചു. ഞാൻ ബംഗാളി ഭാഷ പഠിക്കേണ്ടി വന്നു, പഠിച്ചു. കാരണം കൂടുതലും ചെലവഴിച്ചത് അങ്ങനത്തെ ആളുകൾ കൂടിയാണ്. ഒരു ഭാഗത്ത് എഴുത്തുകാരായിട്ടുള്ള ആളുകൾ, ഒരു ഭാഗത്ത് റിക്ഷക്കാരായിട്ടുള്ള സാധാരണക്കാർ, ഒരു ഭാഗത്ത് ബൗളുകളെ കൂടെ സഞ്ചരിക്കുക. അപ്പോൾ ആ ഭാഷയുടെ വൈവിധ്യങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
ഈ കാലഘട്ടത്തിൽ ആണ് ഞാൻ അറിഞ്ഞത് ഗുരുജി കൽക്കട്ടയിൽ വരുന്നുണ്ട് ബിർള അക്കാഡമിയിലെ കച്ചേരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മോഹൻബട്ടെ എങ്ങനെ കാണാം. അവരൊക്കെ രാജസ്ഥാൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർക്കൊക്കെ അറിയാം. അങ്ങനെ ഞാൻ കയ്യിൽ പൈസ സ്റ്റുഡൻറ്റ് കാർഡ് ഉണ്ട്. സ്റ്റുഡൻറ്റ് കാർഡ് വെച്ചിട്ട് എനിക്ക് കൽക്കട്ടയിലേക്ക് യാത്ര ചെയ്യാം. ശാന്തിനികേതൻ ടു കൽക്കട്ട 180 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താ പറയുക, വിശ്വഭാരതി എക്സ്പ്രസ് ഉണ്ട്, അതിൽ കയറി ഞാൻ ബിർള അക്കാഡമിയിൽ ചെല്ലുമ്പോൾ ഡോറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഗുരുജി എന്നെ കാണുന്നില്ല, എന്നെ കടത്തി വിടുന്നില്ല. ഗുരുജി പുറത്തേക്ക് വരുമ്പോൾ ആൾക്കാരെ അകറ്റി മാറ്റുന്നു. കാരണം എൻ്റെ വസ്ത്രമൊക്കെ വളരെ മുഷിഞ്ഞതും ഞാൻ ആകെ ക്ഷീണിച്ചത്, ഭക്ഷണമൊന്നും പ്രോപ്പറായിട്ട് കഴിക്കാതെ. കോൺസേർട്ട് കഴിഞ്ഞ് ഞാൻ വീണ്ടും ബിർള അക്കാഡമിയുടെ ഗസ്റ്റ് ഹൗസിൽ നിൽക്കുകയാണ് ഗുരുജിയും വരുന്നത് കാണാനായിട്ട്. ഗുരുജിയുടെ മുമ്പിലേക്ക് വന്നു. അപ്പോൾ പറഞ്ഞു, ഗുരുജി എന്ന് വെച്ചു, ആരാന്ന് വെച്ചു. ഞാൻ അങ്ങേ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. യെസ്, നീ റൂമിൽ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി പുറത്ത് പോയിട്ട് അകത്ത് പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നു. പാളി തുറന്നിട്ട്, ഞാൻ പോളി വർഗീസാണ്, യു ആർ ദ പേഴ്സൺ സെൻഡിങ് ലെറ്റർ ടു മീ എന്ന് വെച്ചു. അതെ. അപ്പോൾ പുള്ളിക്ക് എന്നെ മനസ്സിലായി ഞാൻ പറഞ്ഞപ്പോൾ തന്നെ. എന്ത് വസ്ത്രമൊക്കെ ഇല്ല, ഞാൻ ആകെ ക്ഷീണിച്ച് വരണേ, എനിക്ക് ഗുരുജിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വന്ന് ചെറിയ ഗിറ്റാർ ഇരിപ്പുണ്ട്. ഞാൻ അതൊക്കെ വായിച്ച് കേൾപ്പിച്ചു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ വാട്ട് യു വാണ്ട്, എനിക്ക് മോഹൻ വീണ പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുജി പറഞ്ഞു, നീ ഇലക്ട്രിക് ഗിറ്റാറിൽ ഹിന്ദുസ്ഥാനി വായിക്കുന്നുണ്ട്, വി ആർ മൃദംഗം പ്ലെയർ, നോ വൺ ഈസ് പ്ലേയിങ് ഇലക്ട്രിക് ഹിന്ദുസ്ഥാനി ഓൺ ഇലക്ട്രിക് ഗിറ്റാർ, സോ വൈ ഡോണ്ട് യു ചൂസ് ഇറ്റ്. നോ, ഐ ജസ്റ്റ് വാണ്ട് മോഹൻ വീണ ഓൺലി, ഐ ലോസ്റ്റ് ഇൻ മോഹൻ വീണ, അത് കിട്ടാത്തതുകൊണ്ടാണ് ഇത് വായിക്കാൻ തുടങ്ങിയത് ഞാൻ. അതിനെക്കുറിച്ച് നീ രാജസ്ഥാനിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ വരാം. പുള്ളി എനിക്ക് അഡ്രസ്സൊക്കെ തന്നു, എല്ലാ കാര്യങ്ങളും തന്നു. പുള്ളി എനിക്ക് 250 രൂപയും തന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഗുരുജി എന്നെ വിട്ട് ഗുരുജി ഉറങ്ങാൻ പോയി. ഞാൻ അന്ന് രാത്രി കൽക്കട്ടയുടെ ടൗണിലൂടെ ഇങ്ങനെ ഹവറയിൽ കുറേ നേരം ഇരുന്നു. എന്തു ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, നന്ദൻ ഭവനിൽ അവിടെ ഫിലിം ഫെസ്റ്റിവൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഉണ്ടാവില്ല, കേരളത്തിൽ നിന്ന് ആരെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയപ്പോൾ യാദൃച്ഛ്യമായി എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹം എന്നെ സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മ്യൂസിക്കിന് ചെയ്യാൻ ക്ഷണിച്ചു. അദ്ദേഹം എനിക്ക് 1500 രൂപ തന്നു. അതും കൊണ്ട് പിന്നീടുള്ള യാത്രകൾ. ആ യാത്രയിൽ ഞാൻ കൽക്കട്ടയിൽ എനിക്ക് എങ്ങനെ പോകാമെന്നറിയില്ല. പോകുന്നു, ഞാൻ ഡൽഹിയിലെത്തുന്നു. ഇതിനിടയിൽ എൻ്റെ പൈസ പോക്കറ്റ് അടിച്ച് പോകുന്നു, കള്ളവണ്ടി കയറുന്നു, 2 ദിവസം ലോക്കപ്പിൽ കിടക്കുന്നു, പിന്നെ വീണ്ടും ഇറങ്ങുന്നു, നടക്കുന്നു, റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നു. ആഗ്രയിൽ നിന്ന് ഞാൻ വീണ്ടും അടുത്ത ട്രാക്കിൽ ഇറങ്ങി കിട്ടിയ ടിക്കറ്റ് ഞാൻ ജയ്പൂരിലേക്ക് എത്തിച്ചേരുന്നു. 3 ദിവസത്തെ ക്ഷീണവും ശരീരവും ഭക്ഷണവും ഇല്ലായ്മ അവസ്ഥ. കയ്യിലുണ്ടാകുന്ന ഈ ഇൻസ്ട്രുമെൻറ്റിൽ ചെന്ന് ഞാൻ ഗുരുജിയുടെ വീട്ടിൽ മുഷിഞ്ഞ വസ്ത്രമാണ് ഗുരുജിനെ റിസീവ് ചെയ്യുന്നത്. ഗുരുജി റിസീവ് ചെയ്ത് എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കൂ. ഇങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ തന്നു. ഗുരുജിയുടെ മകൻ്റെ വസ്ത്രം തന്നു, ധരിക്കാൻ പറഞ്ഞു. തണുപ്പ് ഉണ്ട്, കമ്പളം തന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ ജീവിതം തന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് തിരസ്കാരങ്ങൾ, വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നു, അതിലപ്പുറത്ത് നാട് വിട്ടുപോകുന്നു. പിന്നെ ഭയങ്കരമായിട്ടൊരു സെഗ്രിഗേഷൻസ് എന്നെ നിരന്തരമായിട്ട് അലട്ടിയിരുന്നു. എനിക്കിത് പറ്റിയ സ്ഥലമല്ല. കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള അതിഭീകരമായ സെഗ്രിഗേഷൻ ഉണ്ട്. ഞാൻ പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണല്ലോ, ജീവിതം കൊണ്ട് ഞാൻ ഒട്ടുമല്ല. അപ്പോൾ അവിടെ എല്ലാവരും പ്രോഗ്രാമിന് കൊണ്ടുപോകുമ്പോൾ എന്നെ മാത്രം കൊണ്ടുപോയില്ല. നസ്രാണിക്ക് സംഗീതം വരുമോ എന്ന് ചോദിച്ച വലിയ കഥകളി പ്രിൻസിപ്പാൾമാർ അവിടെയുണ്ട്. പക്ഷെ അതേപോലെ എന്നെ വളരെ അടുത്ത് സ്നേഹിച്ച ഗോപിയാശനും ഉണ്ട് കേട്ടോ. ഗോപിയാശൻ, നീ നല്ല നടനല്ലേ, നീ വന്ന് പഠിച്ചിട്ട് പോടാ എന്നൊക്കെ പറയും. അവിടെ ആശാന്മാരുണ്ട്. അതിനപ്പുറത്ത് അതിഭീകരമായ ജന്മി കുടിയൻ സ്വഭാവം എന്നോട് കാണിച്ചവരോട് ഒരുപാട് പേരുണ്ട്. എന്നെ അതിഭീകരമായി ഹർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന്, എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് പ്രോഗ്രാമിൽ നിന്ന്. മൃദംഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭീകരമായിട്ടുള്ള റൈറ്റ് വിങ്ങിൻ്റെ ആക്രമണം നേരിട്ടിട്ടുണ്ട്, കേരളത്തിൽ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈവൻ ഇന്ന് കേരളത്തിൽ പ്രശസ്തനായ വലിയ കവി എന്ന് പറഞ്ഞിട്ട് പാട്ടുകളൊക്കെ എഴുതുന്ന ഒരു മഹാമനുഷ്യൻ
അദ്ദേഹത്തിൻ്റെ ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമിൽ എന്നെ നസ്രാണി ആയതുകൊണ്ട് മാത്രമേ ഇറക്കി വിട്ടിട്ടുള്ളൂ. നസ്രാണി എന്നുള്ളത് എൻ്റെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങനെ ജനിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു റിലീജിയനും ഒരു കാസ്റ്റിലും ഞാനൊരു ദൈവവിശ്വാസി പോലുമല്ല. ഓൾ ദോസ് തിങ്സ് ആർ സ്റ്റുപ്പിഡിറ്റി ഫോർ മീ. ഞാൻ അതൊക്കെ ഇറങ്ങി വിട്ടിട്ട് കൽക്കട്ടയിലെത്തുമ്പോൾ കൽക്കട്ടയിൽ ഇറക്കി വിട്ട എത്ര ആൾക്കാരുണ്ട്? എന്നെ ഇറക്കി വിട്ട മലയാളികൾ എത്ര പേരുണ്ട്? കൽക്കട്ടയിൽ ഇറക്കി വിട്ട ബംഗാളികൾ എത്ര പേരുണ്ട്? ഈ കേരളത്തിൽ ഞാനിപ്പോൾ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വരാൻ വൈകിയെന്ന് ചോദിച്ചാൽ ഒരു നിവൃത്തിയില്ല, കേരളം ഇറക്കി വിട്ടതുകൊണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള തിരസ്കാരങ്ങളും വേദനകളും എല്ലാം കൂടി താഠനങ്ങളും കൂടി ചേർന്നതാണ് പോളി വർഗീസിൻ്റെ സംഗീതം എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. It is not just from heaven, it is not just from Saraswati or goddess anything at all. It's from my life. This is my pain, my gain, what I experienced here. ഇതിന് അങ്ങനെ ഒരു പുണ്യ സ്വഭാവമൊക്കെ കൊടുക്കുന്നത് അൺനെസസറിയാണ്. അത് തന്നിലുള്ള ആ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. മണിക്കൂറോളം കുത്തിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇത് വായിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ് വായിക്കുന്നത്. മഹത്തരമാണെന്ന് പറയുന്നതിൻ്റെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഒരു തോട്ടിപ്പണിക്കാരനുള്ള അതേ ഗുണം തന്നെയുള്ള ഒരു മ്യൂസീഷ്യനും ഏത് പത്മശ്രീ വാങ്ങിച്ച ആളായാലും നിങ്ങൾ വായിക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്വേഷണ സംഭവങ്ങളാണ്. ഇപ്പം ഞാൻ എന്നുള്ള വ്യക്തി ഇന്ന് വരെ പണത്തിന് വേണ്ടി വായിച്ചിട്ടില്ല. ഞാൻ 46 രാജ്യങ്ങൾ കവർ ചെയ്തതും പണത്തിന് വേണ്ടിയായിരുന്നില്ല. കിട്ടിയാൽ വാങ്ങിക്കും, ചോദിച്ചു വാങ്ങിച്ചുള്ള ശീലമില്ല. എൻ്റെ തന്നെ ഹൃദയത്തെ നിർമ്മലമാക്കാൻ, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ഞാൻ നടത്തുന്ന പോലുള്ള പണിയാണ് തോട്ടിപ്പണിക്കാരൻ നമ്മളുടെ ഹൃദയത്തെ ചെയ്യുന്നത്. അത്ര പരിഭാവനത്തൊന്നും കലക്കി ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഇവിടെയുള്ള എല്ലാ മനുഷ്യൻ്റെയും വേദനകളും കണ്ണീരുകളും, പാബ്ലോ നെരൂദയുടെ പ്രശസ്തമായ കവിതയുണ്ടല്ലോ, വരൂ കാണൂ തെരുവിലെ രക്തം കാണൂ. തെരുവിലെ രക്തം കണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു മാനത്ത് നിന്ന് പൊട്ടി വീണ ജനുസല്ല നമ്മളൊന്നും. ഇന്നലെ ഉണ്ടായതല്ല, മിനിഞ്ഞാന്നുണ്ടായില്ല. വലിയൊരു ചരിത്രത്തിന്, വലിയ ലീനേജിന്, വലിയ പോരാട്ടങ്ങളുടെയും ഒക്കെ ടോട്ടാലിറ്റിയാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. തോട്ടിപ്പണിക്കാരൻ ചെയ്യുന്ന ആൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അത് സത്യം പറഞ്ഞു. എനിക്ക് പിന്നെ നിങ്ങൾ ചോദിക്കും ജീവിക്കാൻ എന്തുള്ളൂ? ഒന്നുമില്ല. എനിക്കിങ്ങനെ ജീവിക്കാൻ അറിയുള്ളൂ. അപ്പോൾ അതിനൊരു വലിയ സരസ്വതി ദേവിയുടെ കടാക്ഷം എന്നൊക്കെ പറയുന്നത് എക്സ്ട്രീംലി സ്റ്റുപ്പിഡിറ്റിയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുപോയിട്ട് എല്ലാം കൃപ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു ആത്മഹത്യപരമാണ്. സൊസൈറ്റി മുന്നോട്ട് പോയത് ഈ ആത്മഹത്യയിലൂടെ ഒന്നല്ല, മുന്നോട്ട് പോരാട്ടങ്ങളിലൂടെയാണ്. എൻ്റെ ലൈഫിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇതായിരുന്നു. എനിക്ക് പുള്ളി എന്നെ കാലത്തെ നീ 9 മണിക്ക് റെഡിയാവും. പിന്നെ പുള്ളി ഉള്ള സമയങ്ങളാണെങ്കിൽ ഞാൻ ക്ലാസ് തുടങ്ങും. സരിഗമ പദനീസ സനിതപ മകരീസ എന്ന് മാത്രം വർഷങ്ങളോളം വിളംബ കാലത്തിൽ എന്നെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നീ ഇത് ശരിയായിട്ട് മതി. 5 വർഷം ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് പുള്ളി അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിട്ടുള്ളത്. അതുമാത്രമല്ല, പുള്ളി എന്നോട് പറഞ്ഞിട്ട് പിച്ച് പെർഫെക്ഷൻ, ആക്യുറസി വെരി ഇമ്പോർട്ടൻറ്റ്. ജീവിതത്തിൽ നീ എത്തിച്ചേരേണ്ട ഏറ്റവും വലിയ ആക്യുറസി ഉണ്ട്. നീയും നിൻ്റെ ആത്മാവും ഒന്നായി ചേരേണ്ട ആക്യുറസി. ആ ആക്യുറസി മ്യൂസിക്കിലും വേണം എന്ന് പറഞ്ഞ സാധനം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് കോമ്പോസിഷനൊക്കെ കൂടുതൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മളിപ്പോഴും നടക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നർത്ഥം. ഞാൻ എന്നെ തന്നെ ശരിക്കും വിലയിരുത്തുകയാണെങ്കിൽ ഐ എം സ്റ്റിൽ ലേണർ, ഐ എം സ്റ്റിൽ സ്റ്റുഡൻറ്റ്. ഇതൊരു സോക്കോൾഡ് രീതിയിൽ പറയുന്നതല്ല. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് അപ്പം ഗുരുവിനോടുള്ള ചിലവഴിക്കൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്നെ ഇങ്ങനെ വളരെ സ്ലോയിൽ, അതുവരെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ അസ്ക്യത ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. വളരെ സ്പീഡിൽ പാടുക, വളരെ മാത്തമാറ്റിക്കൽ പ്രോഗ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, വളരെ സ്പീഡിൽ പാടിയിട്ടുള്ള ഒരു ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ഷോൻ്റെ ഒരു സ്വഭാവം. ഹിന്ദുസ്ഥാനിൽ വരുമ്പോൾ എൻ്റെ ഓരോ മൂമെൻറ്റിലും ഇപ്പോൾ സാ കഴിഞ്ഞിട്ട് രീ കിട്ടുന്ന വലിയൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് ആണ് എന്നിലുള്ള നമുക്ക് ചിന്തിക്കാനും നമുക്ക് വർക്ക് ചെയ്യാനും സമയം കിട്ടുന്നത്. അപ്പോൾ ഈ സ്പേസ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. വളരെ സ്ലോയിൽ നടന്നു തുടങ്ങുമ്പോൾ, വളരെ സ്ലോയിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, വളരെ സ്ലോയിൽ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വലിയൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിനാണ് നിങ്ങളാക്കി മാറ്റുന്നത്. എടുത്തുചാട്ടമില്ലാതായി പോകുന്നത്. എൻ്റെ ലൈഫിലും എൻ്റെ മൊത്തത്തിൽ എൻ്റെ കുറച്ച് അനാർക്കിസത്തിലൊക്കെ ഒരു കുറവ് വന്നു. അപ്പോൾ എനിക്ക് എന്നെ തന്നെ അനലൈസ് ചെയ്യാനുള്ള സമയം കിട്ടി. സോ ഗുരുജിനോടുള്ള ഏറ്റവും ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഈ സ്പേസ്, എന്നെ അനലൈസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടി എന്നുള്ളതാണ്. ആൻഡ് ഗുരുജി എന്നുള്ള വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. ഹി ഈസ് വെരി ഡൗൺ ടു എർത്ത് മാൻ, വെരി പൊളൈറ്റ്. ഹി വാസ് ട്രീറ്റിംഗ് മീ സെയിം വേ. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ വാക്ക് ഇപ്പോഴും എനിക്ക് ഫീൽ ഉണ്ട്. യു ഹാവ് ടു റെസ്പെക്ട് വുമൺ ഈസ് ദ ക്രിയേറ്റർ ഓഫ് വേൾഡ് എന്നുള്ളത്. അതൊരു മ്യൂസീഷ്യനിൽ നിന്നൊക്കെ കേൾക്കുമ്പോണ്ടാവുന്ന വാല്യൂ അതുകൂടി എൻ്റെ വലിയ വിഷയം. എനിക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടുന്നത്, ഞാൻ കുറേ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഒരു 4-5 വർഷത്തിന് ശേഷം പുള്ളി എന്നോട് പറഞ്ഞു, യു ആർ ഇംപ്രൂവിങ് ലോട്ട്. I never see such a person within this my year is getting a professional touching. I think this is your destiny. Are you right? Yes. It is my destiny. അതാണ് എൻ്റെ ഗുരുജിയെ കൂടെയുള്ള മെമ്മറി എനിക്കുള്ളത് കാലഘട്ടങ്ങളിൽ. പിന്നെ എപ്പോഴും ഗുരുജി നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ. ഞങ്ങൾ എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ലേ. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൂടെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഈ മോഹൻ വീണ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് മോഹൻ വീണ എന്നൊരു ഗ്രൂപ്പുണ്ട്. ഗുരുജിയാണ് എൻ്റെ അഡ്മിൻ. അപ്പോൾ പുതിയ കോമ്പോസിഷൻസ്, പുതിയ സാധനങ്ങൾ ഗുരുജി പോളി ഒന്ന് വായിച്ചിടൂ, അവരൊന്ന് വായിക്കൂ. എപ്പോഴും ഗുരുജി. 25 വർഷത്തെ കണ്ടിന്യൂസ് പ്രാക്ടീസിൽ ഒരു 10 ഇയേഴ്സ് ബാക്കാണ് ഞാൻ തുടങ്ങുന്നത്. അതുവരെ അക്കമ്പനിസ്റ്റായിട്ടും പ്രാക്ടീസൊക്കെ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ വലിയ സംഭവപരമായ ജീവിതമുണ്ട്. നടനായിട്ട്, സഞ്ചാരിയായിട്ട്. ഞാൻ ഈ സമയത്തൊക്കെ നാടകക്കാരനായിരുന്നു. നാടക പ്രവർത്തനം കൂടെ എനിക്ക് ഗുരുജിയുടെ പെർമിഷൻ ഇല്ലാണ്ട് വെളിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഞാൻ മ്യൂസിക് ഡയറക്ടറായി നാടകക്കാരനായി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ചെറുപ്പത്തിലേ മുതലുണ്ട് നാടക പ്രവർത്തനമായിട്ട്. ആ കാലഘട്ടത്തിൽ സജീവമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, കവിത എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനവിടെ ബംഗാളിൽ ബാദൽ സർക്കാരിൻ്റെ കൂടെ, കേരളത്തിൽ തമിഴ്നാട്ടിൽ ഞാനും നാസറും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഞങ്ങൾ നാടകങ്ങൾ എല്ലാ വർഷവും ഒരു നാടകങ്ങൾ ആഗ്രഹിക്കും. ഞാൻ സോളോ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഈ കാലഘട്ടങ്ങളാണ് എന്നെ പലരും ബംഗാളിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആക്ടർ എന്ന രീതിയിൽ. ബംഗാളിൽ വന്നപ്പോൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ശങ്കറാണ്. ശങ്കറിൻ്റെ ഒരു ഈറം എന്നുള്ള സിനിമയിലാണ് എൻ്റെ തമിഴ് ലൈഫിൽ, മ്യൂസിക് ലൈഫിൽ, ഒരു ആക്ടിങ് ലൈഫിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ കുറേ സിനിമകൾ അഭിനയിച്ചു കൂട്ടി. ഇപ്പോഴും പലരും വിളിക്കുന്നുണ്ട്. ആക്ടർ എന്ന രീതിയിൽ എന്നെ കമലഹാസൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഡേഞ്ചറസ് ആക്ടർ എന്നാണ്. കാരണം എൻ്റെ ഒരു സോളോ കാണാൻ അദ്ദേഹം 4 പ്രാവശ്യം വന്നു. അപ്പോൾ ഞാൻ കമലഹാസനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ 4 പ്രാവശ്യം ഫോളോ ചെയ്യുന്നത്?
ஒவ்வொரு மேடையிலும் நீங்கள் பண்ணுறது வித்தியாசமாக இருக்காங்க. நான் 10 கேரக்டர் தான் பண்ணுறேங்க, நீங்கள் 15 கேரக்டർ பண்ணுங்க. ഈ വെസറ്റാലിറ്റി ഓഫ് ലൈഫ്. ഞാനൊരു മ്യൂസീഷ്യനായിട്ട് നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ എന്നിലൂടെ എൻ്റെ അഭിനയവും വർക്ക് ചെയ്ത് എൻ്റെ അഭിനയത്തിൻ്റെ ആ പോസിബിൾ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ എഴുത്തിൻ്റെ, എൻ്റെ സഞ്ചാരത്തിൻ്റെ, എൻ്റെ ഭൗതികമായ എല്ലാ യാത്രകളും കൂടി ചേർന്നിട്ടുള്ള ടോട്ടാലിറ്റി തരുന്നുണ്ട്. അപ്പോൾ ഞാനെന്നുള്ള വ്യക്തി ജസ്റ്റ് മ്യൂസീഷ്യനല്ല, ഐ ആം എ ടോട്ടാലിറ്റി ഓഫ് ദിസ് കണ്ടംപററി. പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നല്ലോ, ഇടതുപക്ഷ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിരുന്ന ഒരാളായിരുന്നു ഞാൻ പണ്ട്. പക്ഷേ ഇന്നും പക്ഷം ഹൃദയപക്ഷം തന്നെയാണ്, സംശയമൊന്നുമില്ല അതിൽ. ലോകം കത്തിയെറിയുമ്പോൾ വീണ വായിച്ചിരിക്കുകയാണെന്ന് എനിക്ക് പറ്റില്ല. അത് ഞാൻ വിഷയങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിഭീകരമായ ത്രട്ടനിങ് അനുഭവിക്കുന്നുണ്ട് റൈറ്റ് വിങ്ങിൻസിൻ്റെ കയ്യിൽ നിന്ന്. ഞാനിപ്പോൾ ഈ സരസ്വതി ദേവിയുടെ കടാക്ഷലാന്ന് പറഞ്ഞത് തന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ ചെന്നൈയിലെ മിക്ക സഭകൾ എന്നെ ഒഴിവാക്കി. പല സ്ഥലം കൃഷ്ണയും ഞാനും തമ്മിലുള്ള ഒരു ഉണ്ടാവുമെന്ന് ഭയന്നിട്ട് തന്നെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നെ. അതിലൊന്നും നമുക്ക് യാതൊരു പേടിയില്ല. പക്ഷെ ബേസിക്കലി ഒരു വിഷയം പറയാം, മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ വെറുതെ കുത്തിയിരുന്ന് പാടുന്ന ഒരാളല്ല. സാമൂഹികമായ ഉത്തരവാദിത്വ ബോധമുണ്ട്. സൊസൈറ്റി നടക്കുന്ന രാഷ്ട്രീയമായാലും ജാതിപരമായാലും മതപരമായ വിഷയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയേ പറ്റൂ. ഹി ഹാസ് ടു ക്വസ്റ്റ്യൻ ടു ദി സൊസൈറ്റി. അധികാരത്തിനോടും ഭരണകൂടത്തിനോടും നിരന്തരമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിയുടെ വളർച്ച ഉണ്ടാവുള്ളൂ. ആ വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ വളർച്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ചോദ്യം, അയാളെ തന്നെ ചോദ്യം ചെയ്യലോട് കൂടിയാണെന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമല്ല, മറ്റുള്ളവരും പോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള സാധാരണ വ്യക്തിയാണ്. പക്ഷേ he has to question this society as every man, then only. അതുകൊണ്ട് തന്നെ ഞാൻ നിരന്തരമായി, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഞാൻ ഇന്നലെ ഉണ്ടായ മഴയിൽ ഇന്ന് പൊട്ടി വളർന്ന തകരയല്ല. മലയാളികൾ എന്നെ ഇപ്പോഴേ അറിയുന്നുള്ളൂ. അത് എൻ്റെ പ്രശ്നമല്ല, അത് മലയാളികളുടെ പ്രശ്നമാണ്. ഞാൻ കൽക്കട്ടയ്ക്ക് പോകുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ വായിച്ചെറിഞ്ഞ കൽക്കട്ടയാണ് എൻ്റെ മനസ്സിലുള്ളത്. വായിച്ച പുസ്തകങ്ങളൊക്കെ വെച്ച്, കണ്ട അജാന്തരിക്കും നാഗരികമൊക്കെ സിനിമകളൊക്കെ വെച്ചിട്ടാണ്, കവിതകൾ, സഞ്ജയൻ്റെ കവിത, ആനന്ദ ബസുവിൻ്റെ കവിതകളൊക്കെ വായിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൽക്കട്ട ടൗണിൽ നമ്മളെപ്പോഴും ഇങ്ങനെ രവീന്ദ്ര സംഗീതം കേട്ടുകൊണ്ട് ഭയങ്കര റൊമാൻറ്റിക് തന്നെയായിരുന്നു. കേരളത്തിൽ പക്ഷെ ബംഗാളികൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഓപ്പൺ ഹാർട്ടഡ് ആണ്. റൊമാൻറ്റിസിറ്റിയിൽ ബംഗാളി സ്ത്രീകളൊക്കെ ഭയങ്കരമായിട്ട് പ്രേമിച്ചു പോകുന്ന ആളുകളാണ്. പ്രണയമാണ് അതിലത്തിൻ്റെ അടിസ്ഥാനം വിശ്വസിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അടച്ചു വെച്ച ലൈംഗികതയുടെയും ഒരുപാട് കാപട്യത്തിൻ്റെയും ആളുകളാണ് എനിക്ക് പലപ്പോഴും ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു അപൂർവ ജനതയാണ്. ഈ കാപട്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രയധികം മിമിക്രി സ്വാധീനിച്ചൊരു സൊസൈറ്റി ലോകത്തിൽ വരെ ഉണ്ടാവില്ലല്ലോ. കാരണം ഈ മുഖം മൂടികളോടാണ് അവർ ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും ഒരു യഥാർത്ഥ ചരിത്രമുള്ള ഒരു കലയെ അവർ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. പക്ഷേ ഇപ്പോഴും നാടക പ്രസ്ഥാനങ്ങൾ സജീവമാണ് ബംഗാളിൽ. ഇപ്പോഴും കവിതാ പ്രസ്ഥാനങ്ങൾ സജീവമാണ് ബംഗാളിൽ. ഇപ്പോഴും ബൗൾ സംഗീതം പ്രശസ്തമാണ്. ഞാൻ ബൗൾ സിംഗറെ പോലെ ജീവിച്ചൊരു മനുഷ്യനാണ്. അതിപ്പോൾ ഞാൻ മറാഠയിൽ പോയപ്പോഴും നാടകമാണ് അവിടെ ഫേമസ്. രാജസ്ഥാനിൽ ചെയ്യുമ്പോൾ നാടകക്കാരോട് അതിഭീകരമായ താല്പര്യമാണ്. പക്ഷെ എനിക്കത് കൂടുതൽ വലിയ ഒരു ഒരു ആനവാതിൽ തുറന്നിടുകയാണ് ചെയ്തത്. എനിക്ക് ലോകത്തിലേക്കുള്ളൊരു തുറന്നു വെക്കലായിരുന്നു കേരളം വിട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ കേരളത്തിൽ നിന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. അടച്ചാക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ആക്ഷേപിക്കുകയല്ല, ഇറ്റ്സ് എ ഫാക്ട്. ഇന്നും കുറച്ച് ഒരു മലയാളിയെ അക്സെപ്റ്റ് ചെയ്യാൻ മലയാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അക്സെപ്റ്റൻസ് അവർക്ക് ദേ ആർ റിലേറ്റഡ് ടു സേ that you are good or bad.
പക്ഷെ പുറത്ത് ഞാൻ ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ വായിക്കാത്ത സപ്തക് ഫെസ്റ്റിവലുകളില്ല. അഹമ്മദാബാദ്, ഡൽഹി, നാഗ്പൂർ, ഭോപ്പാൽ, മിക്ക സ്ഥലങ്ങളിലും, കൽക്കട്ടയിലൊക്കെ മിക്ക കോൺസേർട്ടുകളും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്, സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്യാണ്. കേരളത്തിൽ ഇത് വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. അത് വിഷയം. ഞാൻ എന്നെ ഭൗതികവാദിയായിട്ട് ഞാൻ സ്പേസ് ചെയ്യുന്നില്ല. അത് കേൾവിക്കാരൻ സ്പേസ് ചെയ്യുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ റിയാലിറ്റികൾ എങ്ങനെയാണ്, ഞാൻ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണ്. കൽക്കട്ടയിൽ ഞാൻ ഭീകര ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള ആളാണ്. സോണാഗച്ചിലെ തബല വായനക്കാരനായി ജീവിച്ച ആളാണ് ഞാൻ. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഹിജടത്തെരുവിൽ കിടന്നുറങ്ങേണ്ടി വന്ന ഗതികൾ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല. മനുഷ്യൻ, ദൈവം ഒരുപക്ഷെ ഹിജടയുടെ രൂപത്തിലും വരും, പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ രൂപത്തിലും വരും, ചൂടുകാട്ടിലെ അണ്ടർടേക്കറായിട്ടും വരും. അതുകൊണ്ട് ഞാൻ അറിയാതെ പോകുന്ന എൻ്റെ ഭൗതിക തലമുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ടാഗോർ പറഞ്ഞത്, പൂജാരിയോട് പറഞ്ഞു, നിങ്ങൾ അവിടെയൊന്നല്ല ദൈവം ഇരിക്കുന്നത്, എണീറ്റ് പോകുന്ന ടാഗോറിൻ്റെ ഭജനം പൂജനയും ആരാധനയും നൃത്തഹേ സാധു, പെരിയ കരിങ്കൽ പാറ ഉടക്കുന്നവരടുത്താണ് സാധനം ഇരിക്കുന്നതെന്ന് പറഞ്ഞത്. റോട്ടിൽ പണിയുന്നവരായിരുന്നു, അവിടെയാണ് ഇരിക്കുന്നത്. ടാറുമ്പിപ്പയ്ക്കില്ലാത്ത പരിഭാവനത്തൊന്നും പുണ്യാഹത്തിനില്ല സാർ. എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് തന്നത് എന്താണെന്നുള്ളതാണ്. നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ അരക്കെട്ടുറപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമാണോ പണിതതെന്നാണ് ചോദ്യം, അതോ എറിഞ്ഞ് തകർക്കാനുള്ളതാണ്. മലയാളിയുടെ ബേസിക് കാപട്യം അങ്ങനെയാണ് എപ്പോഴും. മലയാളി ഒരിക്കലും വിട്ടുമാറാത്ത, ലോകത്ത് എവിടെയും മലയാളികൾ താമസിക്കണം, അവരൊക്കെ ഇതേ ചിന്തക്കാരാണ്. മലയാളി എവിടെയെങ്കിലും പോയി ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കും, എന്നിട്ട് അവിടെ കുറേ അമ്പലങ്ങൾ പണിയും, അല്ലെങ്കിൽ അവിടെ വലിയൊരു അസോസിയേഷൻ ഉണ്ടാക്കും. എന്നിട്ട് ഇവർ ഭയങ്കര മലയാളി ഹാങ് ഓവർ എന്നൊക്കെ പറയും ചെയ്യും. അവരെന്നിട്ട് സിനിമാ പാട്ടുകാരായിരിക്കും അവരുടെ ആരാധകരൊക്കെ. കേരളത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ശബരിമലയെ ബന്ധപ്പെട്ടല്ലേ ചോദിക്കുന്നത്, ഭയങ്കര കോമഡിയാണ്. ഞങ്ങളെ നിഷേധിക്കൂ, ഞങ്ങൾ മോശക്കാരാണെന്ന് വിളിച്ചു പറയുന്ന ഒരു സൊസൈറ്റി, അപൂർവ സൊസൈറ്റിയാണ് കേട്ടോ. ഈ ലോകത്തിലൊരു സൊസൈറ്റി വഴി എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ശബരിമലയിൽ എന്നല്ല, എല്ലാ ക്ഷേത്രത്തിലും ആരാധന, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വാസിയല്ല, എനിക്ക് ആരാധനയിലൊരു താല്പര്യമില്ല. അത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എൻ്റെ അവസാനത്തെ കയറണത്, അതും തൂങ്ങി മരിക്കാനുള്ളതാണ്. അത് ഭൗതികമായിട്ട് മരിക്കും, ഇത് ശാരീരികമായിട്ട് മരിക്കും. അപ്പോൾ ഈ ശബരിമലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ലയെന്ന്, ഏത് ഈ ക്ഷേത്രത്തിന് തന്നെ ആവശ്യമില്ലയെന്ന്. കാരണം കാടും പരിതസ്ഥിതിയൊക്കെ നശിച്ച് നാറാണക്കിൽ അടിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ സ്ത്രീകളോട് കയറി കഴിഞ്ഞാൽ നശാവും. പുരുഷന്മാരും പോരും, സ്ത്രീകളും പോരും. പിന്നെ അതിൻ്റെ ഒരു വേറൊരു വശം പറയാം. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ പോകണം തന്നെയാണ്, അതിക്രമിച്ച് കയറണം. രണ്ടാം തരം പൗരന്മാരൊന്നല്ല അവർ. വുമൺ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ്. എൻ്റെ അമ്മ എന്നൊരു സ്ത്രീയാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അവരുടെ ലൈംഗിക അവയവം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ സ്നേഹവും അവരുടെ മാതൃത്വം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത്താരത്തിലെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്. എന്നിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ല. എൻ്റെ അതേ എക്സ്പ്രഷൻ തന്നെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു സ്ത്രീ ആയാലും, ആ സ്ത്രീയുടെ അതേ എക്സ്പ്രഷൻ തന്നെയാണ് ഞാനും. ഈ സ്ത്രീകൾ ശബരിമലയിൽ കയറി കഴിഞ്ഞാൽ തകർന്നു പോകുന്നത് എന്താ? ഒന്നും തകരാനില്ല. നിങ്ങളുടെ അബദ്ധജടിലമായ ചിന്തകളാണ് തകർന്നു പോകുന്നത്. ഈ മെയിൽ ഡോമിനേറ്റ് സൊസൈറ്റിയുടെ ഏറ്റവും അവശിഷ്ടങ്ങൾ തകർന്നു പോകും. എല്ലാ റിലീജിയനും, എല്ലാ കാസ്റ്റും, എല്ലാ ദൈവങ്ങളും മെയിൽ ഡോമിനേറ്റ് സൊസൈറ്റിയുടെ പ്രൊഡക്റ്റുകളാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നിയന്ത്രിക്കുന്നത് മെയിൽ ഡോമിനിസമാണ്. കാരണം ഓർഗനൈസേഷൻ എന്ന വാക്ക് തന്നെ നിങ്ങൾ ചരിത്രം പഠിച്ചാൽ, റാഗ്ദരിതയെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർഗനൈസേഷൻ വേർഡ് ദ ബിലോങ്സ് ടു മെയിൽ ഡോമിനിസം. സ്ത്രീ ഓർഗനൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, സ്ത്രീ നിങ്ങൾ സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീകളുടെ ചരിത്രം എടുത്ത് അങ്ങനെയാണ്. സ്ത്രീ പോരാട്ടങ്ങളുടെ ചരിത്രം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ്.
നിങ്ങളൊരു സ്ത്രീയുമായി പ്രണയത്തിലാകുമ്പോൾ നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ത്രീക്ക് മാത്രമേ വിത്ത് സ്വീകരിച്ചിട്ട് ക്യാരി ചെയ്ത് പ്രസവിക്കാനുള്ള കഴിവുള്ളൂ. സ്ത്രീ വിഭാഗത്തിൽപ്പെടുന്ന ജന്തുക്കൾക്ക് അത് കഴിയൂ. സ്ത്രീ മാത്രമാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ളത്. സ്ത്രീക്ക് മാത്രമേ അത് അങ്ങനെ കണക്ഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മൂണൊക്കെ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അമാവാസിയും പൗർണമിയൊക്കെ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്, അവരുടെ മെൻസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പുരുഷൻ സത്യത്തിൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത സാധനമാണ്. സീരിയസ്ലി, പുരുഷൻ സത്യത്തിൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്തൊരു സാധനമാണ്. അതിൻ്റെ ഫ്രസ്ട്രേഷനാണത് ബേസിക്കലി. ബി ജെ പിയിലെ ഇത് പറഞ്ഞോളൂ നടക്കുന്ന ബി ജെ പിയിലായാലും ഇപ്പോൾ CPM ആരായാലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷൻസ്, മെയിൽ ഡോമിനൻസിൻ്റെ ഫ്രസ്ട്രേഷൻസ് ആണ്. സൊസൈറ്റി, പ്രത്യേകിച്ച് കേരള സൊസൈറ്റി വല്ലാണ്ട് മുന്നോട്ട് പോയിരുന്ന സൊസൈറ്റി മുന്നോട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ? അതേസമയം നോർത്ത് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും ആയിരക്കണക്കിന് വർഷമായിട്ടുള്ള സാധനം തകർത്ത് പൊളിച്ചടക്കി. ഇതാണ് ഞാൻ പറഞ്ഞ മലയാളിയുടെ കാപട്യം എന്ന് പറഞ്ഞു. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് മലയാളി ഇത്ര കപടനാണെന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട്. അതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഈ കാപട്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയോ? നിങ്ങളായിരിക്കില്ല എന്നുള്ളതാണ്. കേരളത്തിൽ വന്നിറങ്ങുമ്പോഴേ നിങ്ങൾ ആരെങ്കിലും മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഏതെങ്കിലും മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഫേസ് തോന്നും. ഏത് ചാനലുകൾ, എത്ര ചാനലുകാർ ഈ കേരളത്തിൻ്റെ പാരമ്പര്യ കലാരൂപങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഞാൻ ന്യൂയോർക്കിൽ, ഞാൻ US പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഭയങ്കര പോപ്പുലർ ഒരു ടെലിവിഷൻ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്ത ശേഷം ന്യൂയോർക്കിൽ നിന്ന് ഒരു അച്ചായം വിളിച്ചിട്ട് വെച്ചെന്നറിയോ, നിങ്ങൾ റിമി ടോമിയുടെ അത്ര പോപ്പുലർ ഒന്നല്ലല്ലോ എന്ന്. അവർക്ക് റിമി ടോമി കഴിഞ്ഞിട്ടില്ല. ഇതേ പരിപാടി ഇവിടെ. അപ്പം ഫുൾ മാസ്ക് ഇട്ട സൊസൈറ്റി അത്. ഞങ്ങൾ 100% ലിറ്ററസി എന്ന് പറയുകയും ചെയ്യും. അതേസമയം തന്നെ നമ്മൾ ഒളിഞ്ഞു നോട്ടക്കാരാണ്, നമ്മൾ സദാചാര പോലീസുകാരാണ്. നമ്മളിവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്താ? സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട മീറ്റു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു കൂടിയല്ലേ? വെളിയിൽ വല്ലവരും ചർച്ച ചെയ്യുന്നുണ്ടോ? മീറ്റുവിനെ ഞാൻ വേറെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വേറെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. അത് പിന്നീട് ഒരു ടൂളായിട്ട് ഉപയോഗിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആർത്തവം എന്നുള്ളത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഭൂലോക എല്ലാ ജീവികൾക്കും ഉണ്ട്. സ്ത്രീവർഗത്തിലുള്ള എല്ലാ ജീവികൾക്കും ആർത്തവമുണ്ട്. ചരിത്രത്തിൻ്റെ പുനരുദ്ധാനത്തിൻ്റെയും വളർച്ചയുടെയും സഞ്ചാരത്തിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ്. ഹേ പുരുഷ, ഈ സാധനം ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാവില്ല. ഇഷ്ടം വിശ്വാസം എന്നുള്ള സാധനം പുരുഷ കേന്ദ്രീകൃതമായ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ നിയന്ത്രണമാണ്. പുരുഷനെ പോലെ ബിഹേവ് ചെയ്യുന്ന സ്ത്രീകളാണ് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സംസാരത്തിനെ കേട്ടാൽ മനസ്സിലായി. ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശ്വാസികളെന്ന് പറയുന്നവർ തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഭീകര തെറിയായി. ഞാനൊക്കെ കേട്ടുള്ള തെറിക്കും കണക്കുണ്ടാവില്ല. അതൊക്കെ ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ എനിക്ക് വലിയ മലയുണ്ടാക്കായിരുന്നു. തെറി കേട്ടാലേ നമ്മളൊക്കെ തകർന്നു പോകുന്ന ധരിച്ചിരിക്കുകയാണ്. അതിനൊക്കെ ഓർക്കം ചെയ്തിട്ട് കാലം കുറയായി. അത് സദാചാരമായി നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ. ഞാൻ ഈ കപട സദാചാര വിഭാഗത്തിൻ്റെ ഭാഗം അല്ല. ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ തെറിയാണ്. വിശ്വാസം എന്നത് തെറിയാണ്, വലിയ തെറിയാണ്. നിങ്ങളറിയാതെ വന്നു വീഴുന്ന ഏറ്റവും വലിയ തെറിയാണ് എല്ലാ വിശ്വാസം. അയ്യപ്പ വിശ്വാസം എന്ന് പറഞ്ഞാലും, പിന്നെ കൊരട്ടിമുത്തിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാലും, എടപ്പള്ളി പള്ളിയിലെ വിശ്വാസം എന്ന് പറഞ്ഞാലും, എല്ലാ വിശ്വാസങ്ങളും, ചന്ദനക്കുടം നേർച്ച വിശ്വാസം എന്ന് പറഞ്ഞാലും എല്ലാം വലിയ തെറിയാണ്. എനിക്ക് വോട്ടിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് എനിക്കിതൊക്കെ പറയാം. ഞാൻ നാളെ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നില്ല. ഞാൻ നല്ല ഹൃദയമുള്ള ആളായിട്ട് ജീവിച്ചു മരിക്കും, തുറന്നു പറഞ്ഞിട്ട്. ഞാൻ ആരെയാണ് പേടിക്കുന്നത്? ഞാനൊരു വോട്ട് സമ്പ്രദായത്തിൻ്റെ വക്താവല്ല. ഈ കാണുന്ന ഫ്യൂഡൽ സമ്പ്രദായത്തിൻ്റെയോ ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ വക്താവല്ല ഞാൻ. എൻ്റെ ജനാധിപത്യ സങ്കല്പങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് വേണം നാളെ കേസ് കൊടുക്കാം, ഞാൻ കോടതിയിൽ തന്നെ പറയും. എന്നെപ്പോലെ ഒരാളെ കത്തിടം കിട്ടട്ടെ. ഇതിനു മുമ്പൊക്കെ ജയിലിലൊക്കെ കടന്നിട്ടുള്ള ആളാണ്. ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റൂ. ഞാൻ ഇന്നലെ വായിച്ചു, നിങ്ങൾ എൻ്റെ സംഗീതം കേട്ടതല്ലേ,
ഇന്നലെ ഞാൻ വായിച്ചു കൂട്ടിയത് മുഴുവൻ എൻ്റെ വേദനകളും എൻ്റെ മനുഷ്യൻ്റെ വേദനകളും ആണ്. എനിക്ക് പറയാനുള്ള വാക്കുകളാണ്. നിങ്ങൾക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെ അവിടെ വായിച്ചത്. ഇന്നിപ്പോൾ ഈ പറഞ്ഞു നടക്കുന്ന സദാചാരം ബോധമില്ലേ, അത് വിക്ടോറിയൻ മൊറാലിറ്റിയാണ്. വിക്ടോറിയന്ന് റിലീജിയൻ്റെ പരക്കലിന് വേണ്ടിയിട്ട് അന്നത്തെ ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ ഇറക്കി വിട്ട സാധനമാണ് ഈ പറഞ്ഞു നടക്കുന്നത്. കാമസൂത്രം ഉണ്ടായ നാടത്. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്ന് ആ പാഞ്ചാലിയെ പൂജിച്ചടക്കുന്ന ആൾക്കാരാ. ജനകൻ എത്ര ഭാര്യമാരായിരുന്നു? ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും നിലനിന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും തമിഴ്നാട്ടിൽ 3 ഭാര്യ സമ്പ്രദായം ഉണ്ട്. സംബന്ധം ഉണ്ടായിരുന്നില്ല, അടുത്ത കാലത്തല്ലേ പോയത്. എന്നിട്ട് ഇവരാണ് ഈ മാന്യത വിളിച്ചു പറഞ്ഞു നടക്കുന്നത്. ശിവലിംഗത്തെ പൂജിക്കുന്ന ആളാണല്ലോ. യോനി പൂജയുണ്ടല്ലോ. ഹിജടയെ പൂജിക്കുന്ന നാടല്ലേ. എന്നിട്ടാണ് ഹിജട കാണുന്നത്. ഇപ്പോഴാണ് കേരളത്തിൽ ഇതൊക്കെ മാറിയത്. എന്നിട്ട് ഇപ്പോഴും ഉള്ളിലെ ചവർപ്പ് മാറിയിട്ടില്ല. ഞാൻ എൻ്റെ കൽക്കട്ട ജീവിതത്തിൽ കിടന്നുറങ്ങുന്നത് നൂറുകണക്കിന് ഹിജടകളുടെ കൂടെയാണ്. ഞാൻ സാരി എടുത്ത് നടക്കേണ്ടി വന്നൊരു ഹതഭാഗ്യനാണ് അന്ന്. ഇപ്പോൾ സാരി എടുക്കാൻ പഠിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ സാരി എടുക്കുന്ന സ്ത്രീകളുടെ കഷ്ടപ്പാടുണ്ടാകും. മരണത്തെ നിർവചിക്കേണ്ടിയിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ മരണത്തെ നിർവചിക്കേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ തന്നെ അളന്നു മുറിച്ചതൊന്നും എനിക്കുണ്ടായിരുന്നില്ലല്ലോ. വഴിയായ ഒരാൾ മടങ്ങുന്ന ഇടമാണ് ലോകമെന്നറിവെങ്കിൽ ഞാൻ വാർന്നു ഒടുങ്ങുകയാണ്. മടുപ്പെന്ന മരണസൂചികയുമായി മെരുങ്ങാത്ത നാഴികബോധങ്ങൾ വേഴ്ചയിൽ ആഴ്ന്നു പോയിരിക്കുന്നു. കൈനിറയെ പ്രാവുകളുമായി അതിർത്തികൾ കടന്നുപോയിട്ടും ജീവന്റെ ഭൂഖണ്ഡങ്ങൾ പലതും പിടിച്ചെടുത്തിട്ടും മുള്ളുപോലും കുരുക്കാത്ത കല്ലറകൾ ഒരുക്കിയതാരാണ്? ഇലകൾക്കിടയിലൂടെ കാറ്റു പടരുന്നതും അതിർത്തികളിൽ മരണം പൂക്കുന്നതും ഞാൻ അറിയുന്നു. അക്ഷരങ്ങൾക്കിടയിൽ ശ്വാസം പിഴച്ചു പോകുന്നതും നാഗരികതകൾ കുളമ്പടികളെ പിഴിഞ്ഞൊഴുക്കുന്നതും ഞാൻ അറിയുന്നു. പർവ്വതാരോഹകർ കൊല്ലപ്പെട്ട ഐസ് പാളികൾക്കിടയിലാണ് സൂര്യൻ വിശ്രമിക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? നക്ഷത്രങ്ങൾ ചുംബിക്കുന്ന മലമടക്കുകളിലാണ് വർഷം ഉറങ്ങി എഴുന്നേൽക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? ഘടികാര സൂചികൾ തുളഞ്ഞു കയറിയ പക്ഷികളാണ് മനുഷ്യരാവുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? യുദ്ധങ്ങളിൽ എരിഞ്ഞുപോയ ഇരട്ട മരങ്ങളാണ് കമിതാക്കളാവുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? പ്രപഞ്ചം രേഖപ്പെടുത്താൻ മറന്നുവെച്ച കുറ്റപത്രമാണ് ഞാനെന്നറിയുന്നു. അനിശ്ചിത നിമിഷങ്ങളുടെ കടൽ കുടിച്ച് രാത്രിയിൽ നഗരത്തിൻ്റെ തൂണുകളോട് ഞാൻ കയർക്കുന്നു. അല്ല, ദൈവങ്ങൾ വിസർജിക്കുന്ന ഭരണകൂടങ്ങൾ എൻ്റേതല്ല. അല്ല, ദൈവങ്ങൾ വിസർജിക്കുന്ന ഭരണകൂടങ്ങൾ എൻ്റേതല്ല. കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന മഞ്ഞുകാലം എൻ്റേതല്ല. മാലാഖമാർ എപ്പോഴും തടവിലാക്കപ്പെടുന്ന പ്രാർത്ഥനകൾ എൻ്റേതല്ല. മാലാഖമാർ എപ്പോഴും തടവിലാക്കപ്പെടുന്ന പ്രാർത്ഥനകൾ എൻ്റേതല്ല. കളിപ്പാട്ടങ്ങൾക്കിടയിലൂടെ പിതാവ് പടിയിറങ്ങിപ്പോയ ഭവനവും എൻ്റേതല്ല. കളിപ്പാട്ടങ്ങൾക്കിടയിലൂടെ പിതാവ് പടിയിറങ്ങിപ്പോയ ഭവനവും എൻ്റേതല്ല. ഒരിക്കൽ വൻ തിരമാലകൾക്കിടയിൽ ഗീതമെഴുതാൻ കൊല്ലപ്പെട്ട റിയൂച്ചിയെ പോലെ, ഒരിക്കൽ വൻ തിരമാലകൾക്കിടയിൽ ഗീതമെഴുതാൻ കൊല്ലപ്പെട്ട റിയൂച്ചിയെ പോലെ ഇതാ മരിച്ചവർക്കുണ്ണാൻ തീന്മേശകളില്ലാത്ത ഈ വീട് ഞാനും ഉപേക്ഷിക്കുന്നു. ഇതാ മരിച്ചവർക്കുണ്ണാൻ തീന്മേശകളില്ലാത്ത ഈ വീട് ഞാനും ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ തന്നെ അളവിനേക്കാൾ ആഴത്തിൽ മുറിവോ, അല്ലെങ്കിൽ തന്നെ അളവിനേക്കാൾ ആഴത്തിൽ മുറിവോ ഒരു ജീവിതമോ എനിക്കുണ്ടായിരുന്നില്ലല്ലോ. ഒരു ജീവിതമോ എനിക്കുണ്ടായിരുന്നില്ലല്ലോ. റിയൂച്ചി എന്ന് പറഞ്ഞ റിയൂച്ചി തമുറ എന്ന് പറഞ്ഞ ജപ്പാനിലെ പ്രശസ്തമായ കവിയായിരുന്നു. അയാൾ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് അയാൾ തിരമാലകളിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെടുന്നത്.